പ്രൈസ് ഗോഡ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സെൻറ്റ് പോൾ ചർച്ചിലാണ്. ഇത് മാൾട്ടയിലെ വളരെ പ്രശസ്തമായ ഏറ്റവും പഴക്കം ചെന്ന ഏകദേശം 2000 വർഷത്തോളം പഴക്കം ചെന്ന സെൻറ്റ് പോൾ ചർച്ചിൻ്റെ മുൻപിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. സെൻറ്റ് പോൾ ചർച്ചിൻ്റെ മുൻപിലുള്ള ഒരു സുവനീർ ഷോപ്പിൽ പ്രവർത്തിക്കുന്ന എബി എന്ന് നമ്മുടെ കൂടെയുണ്ട്. ട്രിവാൻഡ്രംകാരനാണ്. 3 വർഷമായിട്ട് എബി ഇവിടെ വർക്ക് ചെയ്യുവാണ്. എബിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളെ ഇതിനകത്ത് ഈ ചർച്ചുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളെ അറിയായിരിക്കും. എത്ര വർഷമായിട്ട്? ഞാനിവിടെ 2 വർഷമായി. അപ്പോൾ എബിയെ കാണാൻ പറ്റിയല്ലോ, വളരെ സന്തോഷം. എബി അതൊരു പെന്തക്കോസ്റ്റ് ഫെയ്ത്ത് ഇൻ്റർനാഷണൽ ചർച്ചിലെ മെമ്പറാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സ്പിരിച്വലായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളെ എബിക്ക് അറിയായിരിക്കും. എബിക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? പക്ഷേ ഇത് മാൾട്ടയിൽ തന്നെ 2000 വർഷത്തോളം പഴക്കമുള്ളതെന്ന് പറയപ്പെടുന്ന ഒരു ചർച്ചാണ്. ബിബ്ലിക്കലി അപ്പോസ്തലനായ പൗലോസ് മാൾട്ടയിൽ വന്നിട്ട് കർഷകന് വേണ്ടി താമസിക്കുന്ന സമയത്ത് ഇവിടെ പ്രവർത്തിച്ച് എന്ന് പറയപ്പെടുന്നുണ്ട്. അതാണ് എംതിന. പിന്നെ ഹിസ്റ്റോറിക്കലി എംതീന എന്നാണ്. ഹിസ്റ്റോറിക്കലി മാൾട്ടയുടെ ക്യാപിറ്റലായിരുന്നു, പഴയ ക്യാപിറ്റൽ, ഓൾഡ് ക്യാപിറ്റലാണ്. പിന്നെ സൈലന്റ് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇപ്പോഴും ഇതിൻ്റെ മുകളിൽ. ഇവിടെ ഈ ബിൽഡിങ്ങുകളിലൊക്കെ ആൾക്കാർ ഒത്തിരി താമസിക്കും. ഈ ബിൽഡിങ്ങുകൾക്ക് ഇതിൻ്റെ അകത്തുള്ള വഴികൾ ആൾക്കാർ ഒത്തിരി ഇപ്പോൾ താമസിക്കുന്നുണ്ട്. ഇവിടെ റെസിഡൻസ് ഉള്ളവരുണ്ട്. ഇവിടുത്തെ ഏറ്റവും യൂറോപ്പിലെ തന്നെ ഒരു യൂറോപ്യൻ ടച്ചുള്ള ബിൽഡിങ്ങുകൾ ഏറ്റവും ഉള്ള സ്ഥലങ്ങളാണിത്. ഇതായിരുന്നു ക്യാപിറ്റൽ മാൾട്ടയുടെ. പിന്നെ ആ ഒരു വെലറ്റയിലോട്ട് ക്യാപിറ്റൽ മാറ്റുന്നത്. ഇപ്പോഴത്തെ ക്യാപിറ്റൽ വെലാറ്റ. അവിടെയാണ് ഇപ്പോഴത്തെ ക്യാപിറ്റൽ. അവിടെയാണ് ഇപ്പോൾ നമുക്ക് എന്നുവെച്ചാൽ അന്ന് പറയുമ്പോൾ യുദ്ധത്തിനാണെങ്കിലും ഇത് നിന്ന് കഴിഞ്ഞാൽ മാൾട്ടയുടെ ഒരു 80 ഡിഗ്രി വ്യൂ കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ആ വ്യൂ പോയിന്റ് മുതൽ ഈ പള്ളിയുടെ വേഗം വ്യൂ പോയിന്റ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭുജീവം മുതൽ ഏതാണ്ട് മസ്കാല അറ്റം വരെയുള്ളൊരു വ്യൂ പോയിന്റ് കിട്ടും. അങ്ങനെയാണ് ഇവർ പറയുന്നത്. പിന്നെ ഇത് ഇവിടെ ഇപ്പോൾ മാസമൊക്കെ നടക്കുന്നുണ്ടോ? മാസം നടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ വൈകിട്ട് രാവിലെ വന്നു കഴിഞ്ഞാൽ ഓപ്പൺ ആക്കും. പിന്നെ കല്യാണങ്ങൾ നടക്കാറുണ്ട് ഇവിടെ. കല്യാണങ്ങൾ, പിന്നെ ഫ്യൂണറൽ സർവീസുകൾ, ഇതൊക്കെ ഇവിടെ നടക്കാറുണ്ട്. ഭയങ്കര ആഘോഷങ്ങളായിട്ടൊക്കെ നടക്കുന്നുണ്ട്. പോപ്പ് ഈ മാൾട്ട വന്ന സമയത്ത്, ആ സമയത്ത് ഞാനിവിടെ ഇല്ല, പക്ഷെ ആ വന്ന സമയത്ത് ഇവിടെയാണ് വിസിറ്റ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. പുള്ളി കാരണം ഒത്തിരി ഇറ്റാലിയൻസ് ആയിക്കോട്ടെ, യൂറോപ്യൻസ് ആയിക്കോട്ടെ, ക്രിസ്ത്യാനിൽ വരുന്നത് കൂടുതലും ഷിപ്പിൽ നിന്ന് വരുന്നത് കൂടുതലും ഈ പ്രാർത്ഥിക്കാനും മറ്റു കാര്യങ്ങൾക്കും അവർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നാണിത്. ഇപ്പം നമ്മളായിരിക്കുന്നത് എംതീനയിലെ സെൻറ്റ് പോൾസ് ഗ്രോട്ടോ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെയാണ് ഹുബ്ലിയോസിൻ്റെ ആതിഥേയത്തെ സ്വീകരിച്ചിട്ട് ഒരു 3 മാസക്കാലത്തോളം പൗലോസ് ദീർഘനേരം പ്രാർത്ഥിക്കാനായിട്ട് ചെലവഴിച്ച ഒരു സ്ഥലമായിട്ട് ആണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. അതിനുശേഷം 1990 തോന്നുന്നു പോപ്പ് പോൾ രണ്ടാമൻ വന്നിട്ട് ഇവിടെ ഇത് ജനറലി ഡിക്ലെയർ ചെയ്തൊരു സ്ഥലമാണ്. അതായത് ഹോളി പോൾ വന്നിട്ട് ഹോളി പ്ലേസ് ആയി ഇത് പ്രേ ചെയ്ത സ്ഥലമാണെന്ന് ഡിക്ലെയർ ചെയ്ത ഒരു പ്ലേസാണ്. ഇതിപ്പോൾ റബാത്ത് സെൻറ്റ് പോൾസ് ഗ്രോട്ടോ എന്നറിയപ്പെടുന്നു. റബാത്തിലെ സെൻറ്റ് പോൾ ഗ്രോട്ടോ എന്നറിയപ്പെടുന്ന പൗലോസ് 3 മാസം പുബ്ലിയോസിൻ്റെ ഭവനത്തിൽ താമസിച്ചപ്പോൾ വന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതായ സ്ഥലമെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായം 7-ാമത്തെ വാക്യം മുതൽ ആ സ്ഥലത്തിൻ്റെ സമീപത്ത് പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണിക്ക് ഒരു ജന്മഭൂമി ഉണ്ടായിരുന്നു. നമ്മുടെ 2-ാമത്തെ എപ്പിസോഡിനകത്ത് കണ്ടു. മെലീത്തയിൽ വന്നു കയറിയ അവിടെ വെച്ച് അവിടെ പുബ്ലിയോസിൻ്റെ സ്ഥലമുണ്ടായിരുന്നു. പൗലോസ് അത്ഭുതങ്ങളെ കണ്ട് പൗലോസ് തൻ്റെ ഭവനത്തിലേക്ക് അപ്പോസ്തലനായ പൗലോസിനെയും കൂട്ടാളികളെയും ക്ഷണിച്ചു. അപ്പോൾ നമുക്കവിടെ പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണിക്ക് ജന്മഭൂമി ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെ ചേർത്തു 3 ദിവസം ആദരവോടെ അതിഥി സൽക്കാരം ചെയ്തു. പുബ്ലിയോസിൻ്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ചു കിടപ്പായിരുന്നു. പൗലോസ് അവൻ്റെ അടുക്കൽ അകത്തു ചെന്ന് പ്രാർത്ഥിച്ചു, അവൻ്റെ മേൽ കൈവച്ചു, സൗഖ്യം വരുത്തി. ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റു ദീനക്കാരും വന്നു സൗഖ്യം പ്രാപിച്ചു. അവരും ഏറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു. ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് കയറ്റി തന്നു.
3 മാസം കഴിഞ്ഞ ശേഷം ആ ദ്വീപിൽ ശീതകാലം കഴിച്ചു കിടന്നിരുന്ന അശ്വനി ചിഹ്നമുള്ളൊരു അലക്സാൻഡ്രിയ കപ്പലിൽ ഞങ്ങൾ കയറി പുറപ്പെട്ടു. ഈ 3 മാസങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് താമസിച്ചു എന്ന് പറയപ്പെടുന്ന പുബ്ലിയോസിൻ്റെ ഭവനവും ആ ദേശവും അവിടുത്തെ ആൾക്കാർ താമസിച്ചിരുന്നതുമായ കാര്യങ്ങളൊക്കെ ഒരു മ്യൂസിയം പോലെ ഇപ്പോൾ സൂക്ഷിക്കുന്നതിൽ ഇതിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ആരംഭത്തിൽ കണ്ടു എന്തിന എന്ന പഴയ ക്യാപിറ്റൽ, മെലീത്ത ദ്വീപിൻ്റെ ക്യാപിറ്റൽ, അവിടെയാണ് സെൻറ്റ് പോൾ ചർച്ച്, മനോഹരമായ സെൻറ്റ് പോൾ ചർച്ച് പണിതിരിക്കുന്നത്. ഇത് പുബ്ലിയോസിൻ്റെ ഭവനവുമായി ബന്ധപ്പെട്ട സഭയാണ്. ആ ചർച്ചും അതിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം കാണുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വിസിറ്റായിരുന്നു ഇത്. പൗലോസ് പ്രാർത്ഥിച്ച സ്ഥലമൊക്കെ കാണാനും ദൈവം സഹായിച്ചു. ഗാഡ് ബ്ലസ് യു.